ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ബാനറും കൊടികളും കെട്ടിക്കൊണ്ട് ആശുപത്രി പരിസരങ്ങളിൽ ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെതിരെ ഇന്നലെ DYFI പറയുകയുണ്ടായി. പക്ഷേ ഇന്ന് വീണ്ടും മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അത് അനുവദിക്കത്തില്ല, കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണം കൊടുക്കും എന്നാണ് പറയുന്നത്. കുറേ വർഷങ്ങളായിട്ട് DYFIയുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലാ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിലൊക്കെ പൊതിച്ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് DYFI എന്ന് പറഞ്ഞാൽ ഇത് ശേഖരിച്ച് കൃത്യമായ സമയത്ത് വിതരണം ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇത് നല്ല മനുഷ്യർ, അതിൻ്റെ അകത്ത് എല്ലാ രാഷ്ട്രീയ ജാതി മത ത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അവരെല്ലാം കൂടെ നൽകുന്ന സ്നേഹത്തിൻ്റെ പൊതി എന്ന് വേണം ഇതിനെ പറയാൻ. അവർ തരുന്ന ആ പൊതികൾ കൃത്യമായി ശേഖരിച്ച്, തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ മരണപ്പെട്ടു പോയാൽ പോലും ഈ ഭക്ഷണം അവർ മുടക്കുന്നില്ല. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാലും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ കോവിഡോ ഉണ്ടായ കാലത്ത് പോലും ഒന്നും ഈ ഒരു ഭക്ഷണപ്പൊതികൾ അവർ ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ മന്ത്രിക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, DYFIയുടെ കൊടിയും ബാനറും. അല്ലാതെ മന്ത്രിക്ക് യാതൊരു വിഷയവും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഭക്ഷണം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഇത്രയും വർഷമായിട്ട് ഈ ഭക്ഷണം കൊടുത്ത് ഇന്ന് വരെ ആർക്കെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. DYFI കൊണ്ടുപോകുന്ന പൊതി ചോറിൻ്റെ ആ വരുന്ന വേസ്റ്റ് പേപ്പറുകളും ഇലകളും എല്ലാം തിരിച്ച് അവർ തന്നെ അത് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഈ DYFI പ്രവർത്തകർ അവിടെ പോകുന്നവർ, രക്തം കൊടുക്കാൻ കഴിയുന്നവർ അവിടെ ബ്ലഡ് ബാങ്കിൽ കയറി ബ്ലഡും കൊടുത്തിട്ടാണ് പോരുന്നത്. ഈ ബ്ലഡ് കൊടുക്കുന്നത് വേണ്ട എന്ന് മുരളീധരൻ പറയുന്നു. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഒരു കൊടിയുടെയോ അല്ലെങ്കിൽ ഒരു ബാനറിൻ്റെയോ ഒരു രാഷ്ട്രീയ തിമിരത്തിൻ്റെ പേരിൽ ഈ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതിൻ്റെ എന്തർത്ഥമാണ്? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് എൻ്റെ അച്ഛൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ട്, എൻ്റെ അമ്മയുടെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, എൻ്റെ ചേട്ടൻ്റെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. പലപ്പോഴും ഞാനൊരു കൂട്ടിരിപ്പുകാരനായിട്ട് പോയിട്ടുണ്ട് ദിവസങ്ങളോളം. അവസാനം എൻ്റെ ചേട്ടനുമായിട്ട് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട്, അറ്റാക്ക് വന്നതുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ അവിടെ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 20 ദിവസത്തിന് മുകളിൽ ഞാൻ അവിടെ അവസാനം അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നമുക്കറിയാം, ഈ ആൾക്കാർ മാസങ്ങളായിട്ട്, നമ്മളീ പറയുന്ന പോലെ ഒരു ദിവസമോ 2 ദിവസമോ മാത്രം കിടക്കുന്ന രോഗികളല്ല അവിടെ ഉള്ളത്. മാസങ്ങളായിട്ട് അവിടെ അഡ്മിറ്റായി കിടക്കുന്ന രോഗികളുണ്ട്. തുടർച്ചയായിട്ട് ചികിത്സ തേടേണ്ടി വരുന്ന രോഗികളുണ്ട്. പലരും ആ പരിസരത്ത് തന്നെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു ഭക്ഷണം കൊടുക്കുന്നത് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. ഒരു പക്ഷേ ഈ ആശുപത്രി കിടക്കാത്ത, ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത, അത് നമ്മുടെ സമൂഹത്തിനും സംസ്ഥാനത്തിനും നാണക്കേടാണെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിനിടയിൽ ഇപ്പോഴും ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത ചില ആൾക്കാരെങ്കിലും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ വെളിയിൽ നിന്ന് ഇവിടെ വന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം വളരെയേറെ പ്രായമുള്ള ആളുകൾക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ആർക്കും നിർബന്ധിച്ചല്ല കൊടുക്കുന്നത്. ആവശ്യക്കാർ നേരെ അവിടേട്ട് വരികയാണ്. ആവശ്യക്കാർ വന്നിട്ട് അവിടെ വന്ന് അവരോട് മുദ്രാവാക്യം വിളിക്കാനോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറെ ചില രാഷ്ട്രീയ സംഘടനകൾ, സമുദായ സംഘടനകളൊക്കെ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. അവരെല്ലാം അവർക്ക് പറ്റുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്നും ഈ സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി എത്ര നാൾ ഭക്ഷണം കൊടുക്കും? 1 or 2 പേരല്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ 2000-3000 മുകളിൽ പൊതിച്ചോറുകളാണ് ഒരു ദിവസം ചിലവാകുന്നത്. ഇത്രയും ഭക്ഷണം ഇവരെവിടുന്ന് കൊണ്ട് കൊടുക്കും? ഈ സർക്കാർ ഒരു ബാധ്യത ഏറ്റെടുക്കുകയും കൂടെ അല്ലേ? ഈ ഒരു കൊടിയുടെയും DYFIയുടെ ഒരു കൊടിയുടെയും ബാനറിൻ്റെയും അതിനോടുള്ള എതിർപ്പ് കൊണ്ട് സർക്കാർ പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കാമെന്നാണ് പറയുന്നത്. സമൂഹത്തിൽ ഇത്രയും ആൾക്കാർ നന്നായിട്ട് ഇത് ചെയ്യാൻ അവർ സന്മനസ്സുള്ള ആൾക്കാർ, നമുക്ക് ഒരാൾക്കൊരു നേരം ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. ഏത് പാവപ്പെട്ടവനും ഉണ്ട്, പണക്കാരനും ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നതിൽ അത് കൃത്യമായി ശേഖരിച്ച് DYFI എന്ന പ്രസ്ഥാനം വർഷങ്ങളായിട്ട് ലോകത്താകെ മാതൃകയാണെന്ന് വാർത്ത ചെയ്ത
സംഭവങ്ങളാണ് ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം. ഇത്രയും മഹത്തായ ഒരു കാര്യത്തെ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇവരുടെ എല്ലാം പട്ടിണി ഇല്ലാതാക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ സമൂഹത്തിൽ ഈ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, വലിയ വികസിത രാജ്യങ്ങളിൽ വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല, അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വന്ന് പെട്ടുപോകുന്ന ആൾക്കാരാണ്. അവർ ആദ്യമൊക്കെ എത്ര രൂപയുള്ളവരാണെങ്കിൽ അവസാനം അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിൻ്റെ പൈസയെങ്കിൽ അല്ലെങ്കിൽ 2-3 നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ, പല ആൾക്കാരും ഒരു പൊതി വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ 2 പൊതി വാങ്ങിച്ചിട്ട് അവർ രാത്രിയിൽ കൂടെ ഇത് കഴിക്കും. രാവിലെ മിക്കപ്പോഴും ഇതുപോലെ തന്നെ ചില സമുദായ സംഘടനകളും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ലഘു ഭക്ഷണങ്ങളും അതുപോലെ തന്നെ കഞ്ഞി അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുമൊക്കെ കഴിച്ചുമാണ് ഇവർ കഴിയുന്നത്. കെ കരുണാകരൻ്റെ മോന്, അയാൾ ജനിച്ച കാലം തൊട്ട് തന്ത മുഖ്യമന്ത്രിയാണ്. അപ്പം ജനിച്ച കാലം തൊട്ട് അയാൾ വലിയ ഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചു വന്നാണ്. ഇന്ന് വരെ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു പിന്നെ ദുരവസ്ഥയിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ആളൊന്നുമല്ല. അയാൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസം അറിയത്തില്ല. അയാൾ 10 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം. മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റ് ആകട്ടെ, എന്തെങ്കിലും ഒരു അസുഖം വരും 10 ദിവസം അവിടെ പോയി കിടക്കട്ടെ, അല്ലെങ്കിൽ ഒരു 10 ദിവസം കിടക്കുന്ന ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനായിട്ട് പോകട്ടെ, അപ്പോഴേ അറിയത്തുള്ളൂ അവിടുത്തെ പ്രയാസങ്ങൾ എന്താണെന്നുള്ളത്. അപ്പം ഒരു കാരണവശാലും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ കെ മുരളീധരൻ പറയുന്നത്. അത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് പല രാഷ്ട്രീയം കാണുമായിരിക്കാം. നിങ്ങളുടെ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യം ഒന്ന് പറയുക. നിങ്ങൾ ഹോസ്പിറ്റലിൽ എപ്പോഴെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയിട്ടുള്ളവർ, പല ആൾക്കാരും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാതെ കഴിയുന്ന ആൾക്കാരാണ് പലപ്പോഴും ഇങ്ങനെയുള്ള എതിരഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഒന്ന് പോയിട്ട് അവിടുത്തെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കിയ ശേഷം അഭിപ്രായം പറയുക. അതുപോലെ തന്നെ നമുക്കറിയാം, പല ആൾക്കാരും നമുക്ക് അണുകുടുംബങ്ങളാണ് കൂടുതലുമായിട്ടുള്ളത്. ഒരു വീട്ടിൽ 3-4 പേരൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ പല ആൾക്കാരും മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾ, അവിടെ അഡ്മിറ്റായി കിടക്കുന്നവരുടെയൊക്കെ ബന്ധുക്കളൊക്കെ ദൂരെയൊക്കെ ആയിരിക്കും. ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. 50-60 കിലോമീറ്റർ ദൂരെ നിന്ന് വരെ വരുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ രോഗിക്ക് എന്നും ഭക്ഷണം എത്തിക്കാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. പൈസ ഉണ്ടെങ്കിലും അതിന് പോകാനും വരാനും ഒന്നും ആള് കാണത്തില്ല. മനസ്സിലായോ? സാമ്പത്തികമായിട്ട് ഇച്ചിരി സ്ഥിതി ഉള്ളവർക്കും ഇത് കൃത്യമായിട്ട് ഡീൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ ഗ്രൗണ്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഭക്ഷണ വിതരണത്തിൽ കൂടെ ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ വെളിയിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അറിയാം അത് എത്ര രൂപയാകുമെന്നും. അതുപോലെ തന്നെ നല്ല ഭക്ഷണം കിട്ടാനും പ്രയാസമാണ്. ഈ പൊതിച്ചോറുകളൊക്കെ കൂടുതൽ ആരും മോശമാണെന്ന് വരെ അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ പലപ്പോഴും ഈ വെളിയിലെ ഹോട്ടലുകളിലെ പല ഹോട്ടലുകളിലെയും ഭക്ഷണം കൊള്ളാത്തതും അതുപോലെ തന്നെ വൃത്തിയില്ലാത്തതും ഒക്കെയാണ്. അപ്പം വളരെ സുരക്ഷിതമായ ഒരു ഭക്ഷണം കൂടിയാണ് നമുക്ക് ഈ ആൾക്കാർ കൊണ്ട് തരുന്നത്. അപ്പം പല ആൾക്കാർക്ക് ഇതാണ് ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയി വരാനും അവിടെ കൂട്ടിരിക്കുന്ന ഒരാൾ പോലും തന്നെ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും അവിടെ ഇരിക്കുന്നത്. കാരണം അവർക്ക് പല പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ. പഴയതുപോലല്ല, ഒരു കുടുംബത്തിൽ ഒത്തിരി ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് അങ്ങനെയില്ല. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ്. അപ്പം ദയവ് ചെയ്ത് മന്ത്രി ഒരു രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ഇത് മുടക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. മന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ഇരുന്ന് അനുഭവിച്ച ഒരു കാര്യം പറയാം. നമ്മൾ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഉറങ്ങാൻ സമയം കിട്ടത്തില്ല രാത്രിയിൽ. കാരണം വിവിധ ടെസ്റ്റുകൾക്ക്, ലാബ് ടെസ്റ്റുകൾ രാത്രി അർദ്ധരാത്രി സമയങ്ങളിലൊക്കെയാണ് നമുക്ക് ടെസ്റ്റുകൾ എഴുതി തരുന്നത്. ശരിയാണ്, ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം ഉറക്കം നിൽക്കുകയാണ്. പക്ഷേ ഈ കൂട്ടിരിപ്പുകാർ രാവും പകലും ഒരേപോലെ ഇരുന്നെങ്കിൽ മാത്രമേ ഈ ടെസ്റ്റുകൾ എപ്പോഴാണ് എഴുതി തരുന്നതെന്ന് അറിയത്തില്ല. ഇതെല്ലാം നമ്മൾ തന്നെ വേണം ഇത് ലാബിൽ കൊണ്ട് കൊടുക്കാനും തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് വരാനും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രായമുള്ള അനേകം ആൾക്കാരുണ്ട് ഈ കൂട്ടിരിപ്പുകാരായിട്ട് വരുന്നുണ്ട്. 70-80 വയസ്സൊക്കെ ഉള്ള ആളുകൾ, പ്രായമുള്ള അമ്മയും അച്ഛനും ഒക്കെ, അവരുടെ കൂടെ അവരുടെ ഭർത്താവ് ഭാര്യയൊക്കെ തന്നെയാണുള്ളത്. കാരണം മക്കളും കൊച്ചുമക്കളും ഒക്കെ എല്ലാം അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ പ്രശ്നങ്ങളായിട്ടൊക്കെ പോയിരിക്കുകയാണ്. അവരെയൊന്നും കുറ്റം പറയാൻ ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ, ഈ പ്രായമുള്ള ആളുകളൊക്കെ ഈ പാതിരാത്രിക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ട് ഈ ലാബും ഈ പറയുന്ന വാർഡുകളും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസം. ചില വാർഡുകളേ ഉള്ളൂ അടുത്ത് തന്നെ ഉള്ളത്, ചിലത് 1/2 കിലോമീറ്റർ, അതായത് 500 മീറ്ററിനൊക്കെ മുകളിൽ ദൂരം. ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണെങ്കിൽ അവിടുന്ന്
ലാബിൽ വരെ പോകണമെങ്കിൽ കുറേ ദൂരമുണ്ട്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ നടന്നു പോയി പാതിരാത്രിയിൽ ഏത് സമയത്താണ്, ചിലപ്പോൾ രാത്രി 2 മണിക്കായിരിക്കും, 12 മണിക്കായിരിക്കും, 1 മണിക്കായിരിക്കും, ചിലപ്പോൾ 3 മണിക്കായിരിക്കും, ഏത് സമയമാണെന്ന് അറിയത്തില്ല. അവർ ലാബ് ടെസ്റ്റുകൾ എഴുതി തരികയും അത് പരിശോധനയ്ക്ക് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യണം, റിസൾട്ട് വാങ്ങിച്ചോട്ട് കൊടുക്കണം. ഇതെല്ലാം കൂട്ടിരിപ്പുകാരൻ്റെ ഒരു പിന്നെ ഇതാണ്. അപ്പം പലപ്പോഴും വെളിയിൽ ഒരാളിരിക്കണം, അകത്ത് രോഗിയോടൊപ്പം ഒരാളിരിക്കണം, 2 പേര് ഒരു രോഗിക്ക് വേണ്ടി അവിടെ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ലാബ് ടെസ്റ്റുകളൊക്കെ ലാബിലെ ആൾക്കാർ തന്നെ, അല്ലെങ്കിൽ അതിനായിട്ട് പ്രത്യേക ആൾക്കാരെ നിർത്തിക്കൊണ്ട് അവർ വന്ന് ശേഖരിച്ച് കൊണ്ടുപോവുകയും രോഗിയുടെ അടുത്ത് തന്നെ തിരിച്ചെത്തിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് മരുന്നുകൾ വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ. മരുന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എത്ര സമയം നിൽക്കണമെന്നറിയാം. ആരോഗ്യമുള്ളവരെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഇത് രോഗികളും രോഗികളോടൊപ്പം കൂട്ടിരിപ്പുകാർ അതിലും വയ്യാഴികയുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ.